എല്ലാവർക്കും നമസ്കാരം. മോനസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹോം മെയ്ഡ് ഐസ്ക്രീം തയ്യാറാക്കാം. അതിനായി 1 ഗ്ലാസ് പാല്, 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് ഓർഗാനിക് ഷുഗറാണ്. ബട്ടർ, ഇതും 1 ടീസ്പൂൺ ആവശ്യമുണ്ട്. ആദ്യം പാലും ഗോതമ്പ് പൊടിയും നന്നായിട്ട് ചേർത്ത് ഇളക്കി കുറുക്കിയെടുക്കാം. രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുത്തു. 1 ഗ്ലാസ് പാല്. ഈ പാല് കാച്ചിയ പാലാണ്. ഇത് കുറേശ്ശെ ഒഴിച്ച് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ഇത് നന്നായി കുറുക്കിയെടുക്കാം. തുടരെ ഇളക്കി കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന രീതിയിൽ അതുപോലെ ആകണം. അതുപോലെ കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വന്നു. ഇതിനി തണുക്കാൻ വയ്ക്കാം. ഓർഗാനിക് ഷുഗർ ഇടാം. ബട്ടർ ഇതോടെ അങ്ങ് ചേർക്കാം. ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഷുഗറും ബട്ടറും മെൽറ്റായി. ഈ ചൂട് സമയത്ത് എത്ര ഐസ്ക്രീം കഴിച്ചാലും മതിയാവില്ല. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിരിക്കും ഇത്. ഇതിനി കുറച്ച് പരിപാടികളുണ്ട്. ഇതിനി ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. 2 മണിക്കൂർ തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ച് എടുക്കണം. 1 ഗ്ലാസ് പാല്, 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബട്ടർ. ബട്ടറിൻ്റെ അളവ് കൂട്ടിയാലും കുഴപ്പമില്ല. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയ ഐസ്ക്രീം ഇത് തണുക്കാൻ വയ്ക്കാം. ഐസ്ക്രീം 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചു കൊണ്ടുവരാം. കണ്ടോ, കട്ടിയായിട്ടായിരിക്കുന്നു. ഇപ്പം ഇത് അടിച്ചു കൊണ്ടുവരാം. അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ ചേർക്കണം. 1 തുള്ളി വാനില എസൻസ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യാനുസരണം ഏതെങ്കിലും എസൻസ് ചേർക്കാം. പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ ഏതെങ്കിലും ഇഷ്ടമുള്ള എസൻസും ചേർത്ത് അടിച്ചു കൊണ്ടുവരാം. ഞാനൊരു 1 തുള്ളി വാനില എസൻസ് ഒഴിക്കാം. 1 തുള്ളി വാനില എസൻസ് ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചു കൊണ്ടുവരാം. വാനില എസൻസും ബട്ടറും ചേർത്ത് അടിച്ചെടുത്ത് ഇത് ബൗളിലേക്ക് വെച്ച് ഒന്നുകൂടെ
തണുപ്പിച്ചെടുക്കാം. 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം. ഐസ്ക്രീം വീണ്ടും തണുപ്പിച്ചെടുത്തു. ഇതിനി ഒരു സ്ക്രൂ വെച്ച് ഈ തവി വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വീറ്റ് ഐസ്ക്രീം ഇവിടെ റെഡിയായി. ഈ മെത്തേഡിൽ തന്നെ അരിപ്പൊടി വെച്ചും റാഗി പൊടി വെച്ചും പ്രിപ്പയർ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉഗ്രൻ. ഗോതമ്പിൻ്റെ ആ ഒരു ചൊവയില്ല. ഗോതമ്പ് പൊടിയാണെന്ന് തോന്നുകയില്ല. കൊള്ളാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.